ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നായിക ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് 1 അവസാനിക്കുന്നത്. എപ്പിസോഡ് 2ൻ്റെ തുടക്കത്തിൽ നായിക തൻ്റെ കുട്ടിയുടെ സ്കൂളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നായികയും പ്രിൻസിപ്പളുമായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് കാണിച്ചുകൊണ്ടാണ് സീൻ തുടങ്ങുന്നത്. പ്രിൻസിപ്പൽ നായികയോട് സ്കൂളിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടെന്നും അത് കളയരുതെന്നും പറയുന്നു. പക്ഷേ നായിക ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ കുട്ടി ടെറസിൽ പോയതിനെപ്പറ്റി പറയുമ്പോൾ പ്രിൻസിപ്പൽ പറയുന്നു കുട്ടിയുടെ തെറ്റ് ഒരിക്കലും അംഗീകരിക്കരുതെന്നും അതിനെ സപ്പോർട്ട് ചെയ്യരുതെന്നും നായികയോട് പറയുന്നു. നായിക അതിന് താൻ സപ്പോർട്ട് ചെയ്യുകയല്ലെന്നും നമ്മൾക്ക് ഒരുമിച്ചൊരു ഡിസിഷൻ എടുക്കണം എന്നും പറയുന്നു. അതിന് പ്രിൻസിപ്പൽ കുട്ടിയോട് ഒരു അപ്പോളജി ലെറ്റർ എഴുതാനും ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ലെന്ന് പറയാനും പറയുന്നു. കുട്ടി അതിന് സമ്മതിക്കുന്നു. ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ നായിക തൻ്റെ കുട്ടികളോടൊപ്പം കാറിൽ തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. കുട്ടി തൻ്റെ സിറ്റുവേഷൻ നായികയോട് പറയുന്നു. അതായത് സ്കൂളിൽ താൻ ഒറ്റയ്ക്കാണെന്നും ആരും തന്നോട് മിണ്ടാറില്ലെന്നും കുട്ടി പറയുന്നു. ഡൈനിങ് ഹാളിൽ വെച്ച് ആരെങ്കിലും താൻ മുഖത്ത് നോക്കിയാൽ അപ്പോൾ തന്നെ മുഖം വെട്ടിക്കുമെന്നും കുട്ടി പറയുന്നു. അതുകൊണ്ടാണ് താൻ ടെറസിൽ കാറ്റുകൊള്ളാൻ പോയതെന്നും ചാടാൻ പോയതല്ലെന്നും നായികയോട് പറയുന്നു. ഇനി ഒരിക്കലും താൻ അത് ചെയ്യില്ലെന്ന് കുട്ടി കരഞ്ഞുകൊണ്ട് നായികയോട് പറയുന്നു. നായിക കുട്ടിയെ ആശ്വസിപ്പിച്ചിട്ട് ഇറ്റ്സ് ഓക്കെ പറഞ്ഞ് ആ സീൻ അവിടെ കഴിയും. അടുത്ത സീനിൽ നായിക വീട്ടിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിന് ഓഫീസിൻ്റെ സിറ്റുവേഷൻ അറിയാൻ മെസ്സേജ് അയക്കുന്നു. അതിന് ഫ്രണ്ട് ഇന്നത്തെ സിറ്റുവേഷൻ താൻ മാനേജ് ചെയ്തെന്നും പക്ഷെ നായിക വർക്കും ലൈഫും ഒരുമിച്ച് ബാലൻസ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമെന്നും പറയുന്നു. അടുത്ത സീനിൽ നായകന് ജയിലിൽ ത്രെറ്റ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നായകൻ്റെ ഫ്രണ്ട് കം പി എയെ ഫോൺ വിളിക്കുന്നു. അതിന് പി എ നായകൻ ഒരുപാട് വലിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും ഓഫ് കോഴ്സ് നായകന് ത്രെറ്റ് ഉണ്ടെന്നും പറയുന്നു. നായകനെ എത്രയും പെട്ടെന്ന് ജയിലിൽ ഇറക്കാൻ വേണ്ടി നമ്മളൊരു സിമ്പതി ഡ്രാമ ക്രിയേറ്റ് ചെയ്യണമെന്നും നായികയോട് പി എ പറയുന്നു. പക്ഷേ നായികയ്ക്ക് അത് ഒട്ടും ഇഷ്ടമാവുന്നില്ല. നായിക പി എയോട് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാനും ഒരു സിമ്പതി കൺസൾട്ടൻസി തുടങ്ങാനും പറഞ്ഞ് ചൂടാകുന്നു. അതോടൊപ്പം നായകൻ തന്നോട് ചെയ്ത തെറ്റ് താൻ ഇതുവരെ ക്ഷമിച്ചിട്ടില്ലെന്നും ഇനി ഈ സിമ്പതി ഡ്രാമയ്ക്ക് കൂട്ടുനിൽക്കാനും പറ്റില്ലെന്ന് നായിക പി എയോട് പറയുന്നു. അതിന് പി എ നായിക കാമായി കഴിഞ്ഞ് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. അടുത്ത സീനിൽ നായികയുടെ ഓഫീസാണ് കാണിക്കുന്നത്. ഓഫീസ് മീറ്റിങ്ങിൽ ഓഫീസിൻ്റെ ഹെഡ് ഫേമിൻ്റെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും റിവ്യൂസ് കളക്ട് ചെയ്യണമെന്നും ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യണമെന്നും പറയുന്നു. കൂടാതെ സോഷ്യൽ മീഡിയയിലും ഫേമിൻ്റെ പ്രസൻസ് ഇൻക്രീസ് ചെയ്യണമെന്നും പറയുന്നു. ഇതിൻ്റെ ഇടയിൽ നായികയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു. നായികയുടെ മകൻ നായികയെ വിളിച്ചിട്ട് സായി വിഘ്നേഷിനെ ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. അതിന് നായിക സിറിഷ ആൻറ്റി ആണോ നിന്നോട് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചതിൽ അല്ല, വേറൊരു കുട്ടിയാണ് പറഞ്ഞതെന്ന് പറയുന്നു. നായിക അതിന് സായി വിഘ്നേഷിൻ്റെ സ്കൂൾ തായമാൽ റെസിഡൻഷ്യൽ സ്കൂൾ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നായികയുടെ മകൻ്റെ ടീച്ചർ വരുന്നതുകൊണ്ട് അവൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. അടുത്ത സീനിൽ നായിക ഫോണിൽ ആരെയോ ഡയൽ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. അപ്പോഴാണ് സ്നേഹ പറയുന്നത് കുട്ടിയെ മാധവരം പോലീസ് സ്റ്റേഷനിലാണ് അറസ്റ്റ് ചെയ്തതെന്നും കുട്ടി ഇപ്പോൾ ജുവനൈൽ ഹോമിലാണെന്നും പറയുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോകുന്നു. അവർ രണ്ടുപേരും കൂടി കാറിൽ ഒരുമിച്ച് പോകുമ്പോൾ നായിക സായി വിഘ്നേഷ് തൻ്റെ മോനേക്കാൾ 2 വയസ്സ് മൂത്തതേ ഉള്ളൂ എന്നും അവൻ്റെ അമ്മ നായികയുടെ ഒരു നല്ല ഫ്രണ്ടാണെന്നും പറയുന്നു. അവളുടെ ഹസ്ബൻഡിൻ്റെ വീഡിയോയെ പറ്റി ആദ്യം അവളോട് പറഞ്ഞത് ഈ കുട്ടിയുടെ അമ്മയാണെന്നും നായിക പറയുന്നു. അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരെയും പോലെ സ്കാൻഡലിന് ശേഷം നായികയോട് ഈ കുട്ടിയുടെ അമ്മയും സംസാരം നിർത്തിയെന്ന് അവൾ പറയുന്നു. അതിന് സ്നേഹ ഇങ്ങനെയും ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെടുന്നു. അപ്പോൾ നായിക പറയുന്നു ബോട്ട് ക്ലബ്ബിൽ ഉണ്ടായിരുന്നപ്പോൾ സായി വിഘ്നേഷും എൻ്റെ കുട്ടികളും ഒരുമിച്ചാണ് കളിച്ചിരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ സായി വിഘ്നേഷ് നല്ലൊരു കുട്ടിയാണെന്നും നായിക പറയുന്നു. അപ്പോൾ സ്നേഹ ചെന്നൈയിൽ വീടുണ്ടായിട്ടും എന്തിനാണ് ആ കുട്ടിയെ ഹോസ്റ്റലിൽ നിർത്തിയേക്കുന്നതെന്ന് ചോദിക്കുന്നതിന് നായിക ഇപ്പോഴത്തെ ടോപ്പ് സെല്ലിംഗ് സ്കൂൾസിലെ എല്ലാ പിള്ളേരെയും ഹോസ്റ്റലിൽ നിർത്തി അടച്ചിട്ടാണ് വളർത്തുന്നതെന്ന് പറയുന്നു. അതിന് സ്നേഹ അത് ശരിയാണെന്നും ഇപ്പോൾ കോഴി ഫാമിൽ കോഴിയെപ്പോലെയാണ് പിള്ളേരെ വളർത്തുന്നതെന്നും അതുകൊണ്ട് തന്നെ ആ വഴി തെറ്റി ഡ്രഗ്സിലേക്ക് അവർ പോകുന്നതെന്നും പറഞ്ഞ് ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ നായികയും സ്നേഹയും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. ഈ സ്നേഹയുടെ ഫ്രണ്ടാണ് അവിടെയുള്ള ഒരു പോലീസുകാരൻ. അതുകൊണ്ട് തന്നെ അവരെ അകത്തേക്ക് കടത്തിവിടുന്നു. നായിക പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കുട്ടിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസുകാരനെയാണ് കാണുന്നത്. അപ്പോൾ നായിക ആ പോലീസുകാരനെ ഒച്ചയെടുക്കുന്നു. പാരൻസ് ഇല്ലാതെ ചൈൽഡിനെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നതിന് നായിക ആ പോലീസുകാരനെ വഴക്കു പറയുന്നു. പ്രൊസീജിയർ തെറ്റിച്ചതിന് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ വരെ നായികയ്ക്ക് പറ്റുമെന്നും എൻ്റെ ക്ലയൻറ്റിനോട് എനിക്ക് സംസാരിക്കണമെന്നും നായിക പറയുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാരൻ ദേഷ്യത്തോടെ എണീറ്റ് പോകുന്നു. ആ കുട്ടിയും നായികയും സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആ കുട്ടി വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. കുട്ടി പറയുന്നു താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും പാരൻസിന് അസുഖമാണെന്നും പറഞ്ഞാണ് പോലീസുകാർ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതെന്നും പറയുന്നു. ജഡ്ജിനോട് താൻ ഡ്രഗ് യൂസ് ചെയ്തു എന്ന് പോലീസുകാർ പറഞ്ഞു എന്നും ഈ കുട്ടി പറയുന്നു. അപ്പോൾ നായിക സത്യം പറയാതെ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും നായിക കൂടെ ഉണ്ടെന്നും സത്യം പറയാനും ആ കുട്ടിയോട് പറയുന്നു.
അപ്പോൾ കുട്ടി നായികയോട് കഴിഞ്ഞ ദിവസം ഷവർമ്മ കഴിച്ച ഒരു കുട്ടി മരിച്ചതിനെ പറ്റി കേട്ടിരുന്നു എന്ന് ചോദിക്കുന്നതിന് നായിക അതേ എന്ന് പറയുന്നു. പക്ഷെ ആ കുട്ടി ശരിക്കും ഷവർമ്മ കഴിച്ചല്ല മരിച്ചതെന്നും ഞങ്ങളുടെ ഹോസ്റ്റലിലെ റാഗിങ് കാരണമാണ് ആ കുട്ടി മരിച്ചതെന്നും പറയുന്നു. റാഗ് ചെയ്ത ആള് +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നും ആ കുട്ടി സെൻട്രൽ മിനിസ്റ്ററിന്റെ നെഫ്യൂ ആണെന്നും പറയുന്നു. സെൻട്രൽ മിനിസ്റ്ററിന്റെ മോനായതുകൊണ്ട് അതൊരു ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞ് സുശാന്തിനെ, അതായത് ഈ റാഗ് ചെയ്ത ആ സെൻട്രൽ മിനിസ്റ്ററിന്റെ നെഫ്യൂവിനെ US അയച്ചുവെന്നും പറയുന്നു. സ്കൂളിലുള്ള ബാക്കി കുട്ടികളോട് ഇതിനെപ്പറ്റി ഒരു അക്ഷരം സംസാരിക്കരുതെന്ന് പറയുന്നു. പക്ഷേ ഈ സായി സുദർശന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ മരിച്ച കുട്ടി. അതുകൊണ്ട് തന്നെ അവനിത് താങ്ങാനാവാത്തത് കൊണ്ട് അവൻ കമ്മീഷൻ ഓഫീസിലേക്ക് ഒരു ലെറ്റർ എഴുതുന്നു. ആ ലെറ്ററിൽ എല്ലാ സ്റ്റുഡൻസിന്റെയും സിഗ്നേച്ചറും അവൻ വാങ്ങി. പക്ഷേ ഇത് സ്കൂൾ മാനേജ്മെന്റ് അറിയുന്നു. അങ്ങനെ പോലീസുകാർ വന്ന് പാരൻസിന് സുഖമില്ലെന്ന് പറഞ്ഞ് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അല്ലാതെ അവൻ ഡ്രഗ്സ് ഉപയോഗിക്കുകയോ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും നായികയോട് പറയുന്നു. അപ്പോൾ നായിക, ഞാൻ നിന്നെ വിശ്വസിക്കുന്നെന്നും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാമെന്നും പറയുന്നു. അതുപോലെ തന്നെ അവൻ ആ ലെറ്റർ എഴുതിയേക്കുന്നത് എവിടെയാ വച്ചേക്കുന്നതെന്ന് നായിക ചോദിക്കുന്നു. അതിനാ കുട്ടി അതെൻ്റെ റൂമിലുണ്ടെന്നും പറയുന്നു. അപ്പോൾ നായിക ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട്, ഈ വിഷയം നീ എന്നോട് പറഞ്ഞതല്ലാതെ വേറെ ആരോടെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചതിന് കുട്ടി ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ നായിക, ഇത് എന്നോടല്ലാതെ വേറെ ആരോടും ഇനി പറയരുതെന്ന് പറയുന്നു. അപ്പോഴേക്കും പോലീസുകാരൻ കുട്ടിയുടെ പാരൻസ് വന്നു എന്ന് പറയുന്നു. കുട്ടിയുടെ പേരൻസ് നായികയോട് അവരുടെ വക്കീൽ വരുമെന്നും ആ വക്കീൽ കേസ് നോക്കിക്കോളുമെന്നും നായികയോട് പൊക്കോളാനും പറയുന്നു. നായിക അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും തന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് പോകുന്നു. അടുത്ത സീനിൽ കുട്ടിയുടെ വക്കീൽ കുട്ടിയോട് എന്താണ് നടന്നതെന്ന് ചോദിക്കുന്നതും കുട്ടി പക്ഷെ ഒന്നും പറയുന്നില്ല. എല്ലാം താൻ തരുണിക ആൻറ്റിയോട് പറഞ്ഞുവെന്നും വേറെ ആരോടും പറയില്ലെന്നും കുട്ടി പറയുന്നു. അപ്പോൾ വക്കീൽ പാരൻസിനോട് എനിക്ക് കേസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും ഡ്രഗ് കേസ് ആയതുകൊണ്ട് തന്നെ കുട്ടി എന്തെങ്കിലും പറഞ്ഞാലേ കേസ് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് വക്കീൽ പോകുന്നു. അപ്പോൾ പാരൻസ് വേറെ ഓരോ ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് തരുണികയെ തന്നെ വിളിക്കുന്നു. നായിക സന്തോഷത്തോടെ തന്നെ കേസ് ഏറ്റെടുക്കുന്നു. അടുത്ത സീനിൽ നായികയും നായികയുടെ ഫ്രണ്ടും ഫേമിൻ്റെ ഹെഡും കൂടെ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഫേമിൻ്റെ ഹെഡ് നായികയോട് തന്നെ ഈ കേസ് എടുക്കാനും ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കാനും പറയുന്നു. അടുത്ത സീനിൽ കേസ് ഹിയറിംഗ് ആണ് കാണിക്കുന്നത്. ജഡ്ജ് സായി വിഘ്നേഷിനോട് എന്താ നടന്നതെന്ന് ചോദിക്കുന്നു. അതിന് സായി വിഘ്നേഷ് താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും തൻ്റെ പാരൻസിന് വയ്യ എന്ന് പറഞ്ഞ് പോലീസുകാരൻ തന്നെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ജഡ്ജ് PPയോട് ക്രോസ് എക്സാമിൻ ചെയ്യാൻ പറയുന്നു. PP ആദ്യം ഹോസ്റ്റൽ വാർഡനെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ജഡ്ജ് ഹോസ്റ്റൽ വാർഡനോട് എന്താ നടന്നതെന്ന് പറയാൻ പറയുന്നു. ഹോസ്റ്റൽ വാർഡൻ പറയുന്നു താൻ സ്റ്റഡി അവർ സെക്കൻഡ് അവർ കഴിഞ്ഞ് എപ്പോഴും 9:30-ക്കാണ് കഴിയുന്നത്. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ സായി വിഘ്നേഷ് ലോണിൽ നിൽക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. എന്താ അവിടെ നിൽക്കുന്നതെന്ന് താൻ സായി വിഘ്നേഷിനോട് ചോദിച്ചപ്പോൾ സായി വിഘ്നേഷിന് അത് ഉത്തരം പറഞ്ഞില്ലെന്നും അവൻ എന്തോ മറയ്ക്കുന്നത് ഇയാൾ കണ്ടുവെന്നും പറയുന്നു. അവൻ്റെ കൈ പിടിച്ചു വലിച്ച് ചെക്ക് ചെയ്തപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവിൻ്റെ ഒരു പാക്കറ്റ് കിട്ടിയെന്നും ഈ വാർഡൻ പറയുന്നു. ഉടനെ തന്നെ ഈ വാർഡൻ മേലധികാരികളെ വിവരം അറിയിച്ചെന്നും അവർ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് സായി വിഘ്നേഷിനെ കൂട്ടിക്കൊണ്ടുപോയെന്നും വാർഡൻ പറയുന്നു. അപ്പോൾ ജഡ്ജ് തരുണികയോട് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പറയുന്നു. നായിക വാർഡനോട് ഇത്ര കൃത്യമായി സായി വിഘ്നേഷിനെ 9:30-ക്ക് കണ്ടു എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നതിൽ വാർഡൻ യൂഷ്വലി സെക്കൻഡ് അവർ 9:15-നാണ് കഴിയുന്നതെന്നും 9:30-ക്ക് താൻ റൗണ്ട്സിന് ഇറങ്ങുന്ന സമയമാണെന്നും ആ സമയത്താണ് സായി വിഘ്നേഷിനെ കണ്ടത് എന്നും നായികയോട് പറയുന്നു. അപ്പോൾ നായിക, സായി വിഘ്നേഷ് ആ സമയത്ത് വയറുവേദന ആയത് കാരണം ഹോസ്റ്റലിലാണ് എന്ന് പറഞ്ഞതെന്ന് പറയുന്നതിന് വാർഡൻ താൻ കൈയോടെ പിടിച്ചതുകൊണ്ട് അവൻ കള്ളം പറയുന്നതാണെന്ന് പറയുന്നു. അടുത്തത് PP ഇൻസ്പെക്ടർ വിജയകുമാറിനെ ചോദ്യം ചെയ്യണം എന്ന് പറയുന്നു. ഇൻസ്പെക്ടർ വിജയകുമാർ സ്കൂളിൽ നിന്ന് ഫോൺ വന്നപ്പോൾ ഞങ്ങളുടെ ടീം വന്ന് സായി വിഘ്നേഷിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. അതിന് നായിക എത്ര മണിക്കാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ 9:15-നാണ് ഫോൺ വന്നത്, 9:30-ക്ക് വന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് സ്കൂളിലെത്തിയോ എന്ന് ചോദിക്കുന്നതിൽ സ്റ്റേഷൻ വളരെ അടുത്താണെന്നും ഇത്തിരി സമയം കൊണ്ട് തന്നെ സ്കൂളിലെത്താമെന്നും ഇൻസ്പെക്ടർ പറയുന്നു. PP അപ്പോൾ ജഡ്ജിനോട് ഇതിനുള്ള CCTV ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നായിക CCTV എവിഡൻസ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റില്ലെന്നും അതുപോലെ തന്നെ അറസ്റ്റിന് കൃത്യമായ പ്രൊസീജിയേഴ്സ് ഇവർ ഫോളോ ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് വാദിക്കുന്നു. അതിന് ഈ PP നായികയുടെ ഹസ്ബൻഡിൻ്റെ കേസ് ഇതിനകത്ത് വലിച്ചഴയ്ക്കുമ്പോൾ നായിക ചൂടാവുന്നു. അപ്പോൾ PP പറയുന്നു നായികയുടെ ഹസ്ബൻഡിൻ്റെ കേസും ഈ കേസും തമ്മിൽ ബന്ധമുണ്ട്. ഈ ഡ്രഗ്സ് കേസിലാണ് നായികയുടെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തതെന്നും ഈ ഡ്രഗ്സ് സ്കൂളിലേക്ക് വിതരണം ചെയ്യുന്നത് ഇവരാകാമെന്നും പറയുന്നു. പക്ഷേ നായിക അതിനെ എതിർക്കുന്നു. പക്ഷേ നായികയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജഡ്ജ് 1 വർഷം സായി വിഘ്നേഷിന് ജുവനൈൽ ഹോമിൽ ശിക്ഷ നൽകുന്നു. അടുത്തത് കോർട്ടിൻ്റെ പുറത്തുള്ള സീനാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് സായി വിഘ്നേഷിൻ്റെ അച്ഛൻ നായികയെ കുറ്റപ്പെടുത്തുമ്പോൾ നായിക നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നും നമുക്ക് അപ്പീലിന് പോകാമെന്നും ഞാൻ സായി വിഘ്നേഷിനെ റിലീസ് ചെയ്യുമെന്ന് പറയുന്ന ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ നായികയും മക്കളുടെയും വീടാണ് കാണിക്കുന്നത്. അവിടെ മോന് തലവേദന ഉള്ളതുകൊണ്ട് നായിക മോനെ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. കാറിൽ വെച്ച് മോൻ സായി വിഘ്നേഷിനെ പറ്റി ചോദിക്കുമ്പോൾ നായിക സായി വിഘ്നേഷ് നല്ല ബ്രേവ് ഉള്ള കുട്ടിയാണെന്നും അവൻ അവിടെ ഓക്കെ ആണെന്നും പറഞ്ഞ് മോനെ ആശ്വസിപ്പിക്കുന്നു.
അടുത്ത സീനിൽ സ്നേഹയും ഉമറും കൂടെ സായി വിഘ്നേഷിന്റെ സ്കൂളിൽ പോകുമ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്ക് ചെന്ന് അന്വേഷിക്കാമെന്ന് പറയുന്നു. അതിൽ ഉമർ 11th ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളോട് സായി വിഘ്നേഷിനെ പറ്റി ചോദിക്കുമ്പോൾ അവരൊന്നും പറയാതെ എണീറ്റ് പോകുന്നു. സ്നേഹ അടുത്തുള്ള വെജ് മോമോസ് കടയിൽ ചെന്ന് ഒരു വെജ് മോമോസ് പറയുന്നു. അതുപോലെ തന്നെ ആ കടയിലെ ചേട്ടനോട് എത്ര മണിക്കാണ് തുറക്കുന്നതെന്നും അടയ്ക്കുന്നതെന്നും ചോദിക്കുന്നു. അതിന് ആ ചേട്ടൻ ഞാൻ രാവിലെ 11 മണിക്ക് തുറക്കും, രാത്രി 11 മണിക്കാണ് അടയ്ക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ സ്നേഹ ഈ സ്കൂളിലെ പിള്ളേർ ഇവിടെ നിന്നാണോ കഴിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് അല്ല, സ്കൂളിലെ പിള്ളേർ ഇവിടെ നിന്ന് കഴിക്കില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് സ്നേഹ ആ കടയിലെ CCTV ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ആ സീൻ അവിടെ കഴിയുന്നു. ആ ദിവസം രാത്രി നായികയും സ്നേഹയും കൂടെ സായി വിഘ്നേഷിന്റെ സ്കൂളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർ രണ്ടുപേരും സായി വിഘ്നേഷിന്റെ റൂമിലേക്ക് കയറുമ്പോൾ 2 കുട്ടികൾ അവരെ കാണുന്നു. ആ കുട്ടികൾ അവരോട് സായി വിഘ്നേഷ് നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ സ്നേഹ നായികയോട് അവർ സാക്ഷി പറയാൻ വരുമോ എന്ന് ചോദിക്കുന്നതിൽ നായിക അറിയില്ലെന്നും ഇനി അവർ വന്നാൽ തന്നെ അത് മാത്രം പോരെന്നും നമുക്ക് എന്തെങ്കിലും എവിഡൻസ് കണ്ടുപിടിക്കണമെന്നും പറയുന്നു. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് സായി വിഘ്നേഷിനെ അറസ്റ്റ് ചെയ്ത ലോണിൻ്റെ അവിടെ എത്തുന്നു. അവിടെ വെച്ച് നായിക സ്നേഹയോട് വാർഡൻ നിന്ന സ്ഥലത്ത് പോയി നിൽക്കാനും താൻ സായി വിഘ്നേഷ് നിന്ന സ്ഥലത്ത് നിൽക്കാമെന്നും പറയുന്നു. അങ്ങനെ നായിക നിൽക്കുമ്പോൾ കൃത്യം 9:15 ആകുമ്പോൾ അവിടുത്തെ വാട്ടർ സ്പ്രിംഗ്ലേഴ്സിൽ നിന്നും വെള്ളം നായികയുടെ മേത്തേക്ക് വരുന്നു. അപ്പോൾ നായിക ഓടി വന്ന് സ്നേഹയോട് ഈ സ്പ്രിംഗ്ലേഴ്സിനെ പറ്റി അന്വേഷിക്കാൻ പറയുന്നു. നെക്സ്റ്റ് മോർണിംഗ് കേസ് ഹിയറിംഗ് ആണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ഒരാൾ നായികയെ വന്ന് ഈ കേസിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ നായികയുടെ ഭർത്താവ് ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ നായിക അത് കാര്യമാക്കുന്നില്ല. അടുത്തത് കേസ് ഹിയറിംഗ് ആണ് കാണിക്കുന്നത്. നായിക തൻ്റെ പക്കൽ ഒരു പുതിയ എവിഡൻസ് ഉണ്ടെന്ന് പറയുന്നു. ജഡ്ജ് അത് പറയാൻ പറയുന്നു. അപ്പോൾ നായിക വാർഡനെയും പോലീസ് ഇൻസ്പെക്ടറെയും പിന്നെയും ചോദ്യം ചെയ്യുന്നു. വാർഡനോട് നായിക കൃത്യം എത്ര മണിക്കാണ് സായി വിഘ്നേഷിനെ കണ്ടതെന്ന് ഒരിക്കൽ കൂടി ചോദിക്കുമ്പോൾ അയാൾ 9:15 എന്ന് തറപ്പിച്ച് പറയുന്നു. അപ്പോൾ പോലീസിനോട് കൃത്യസമയത്ത് എത്ര മണിക്കാണ് കുട്ടി അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ 9:30 എന്നും അയാൾ തറപ്പിച്ച് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ആ സമയത്ത് നനഞ്ഞിരിക്കുകയായിരുന്നു എന്ന് പോലീസിനോട് ചോദിക്കുന്നു. അപ്പോൾ പോലീസിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നായിക പിന്നെയും ചോദ്യം ചോദിക്കുന്നു. അതായത് സായി വിഘ്നേഷും ഈ വാർഡനും താങ്കൾ വരുമ്പോൾ നനഞ്ഞിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. PP പക്ഷേ കേസും നനഞ്ഞിരിക്കുന്നതും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ നായിക ഒരിക്കലും ലോണിൽ വെച്ചല്ല ഈ അറസ്റ്റ് നടന്നേക്കുന്നതെന്നും ലോണിൽ വെച്ചാണ് നടന്നേക്കുന്നതെങ്കിൽ അവർ നനഞ്ഞിരിക്കണമെന്നും പറയുന്നു. കാരണം കൃത്യം 9:15 ആ സ്കൂളിലെ സ്പ്രിംഗ്ലേഴ്സ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ മേത്തേക്ക് എന്തായാലും വെള്ളം വീഴും. ഒപ്പം തന്നെ മറ്റേ ആ മോമോസ് കടയിൽ നിന്നും കിട്ടിയ CCTV ഫുട്ടേജിൽ സായി വിഘ്നേഷിനെ 9:15 അറസ്റ്റ് ചെയ്തതെന്നുള്ള ഫുട്ടേജും കിട്ടുന്നു. കൂടാതെ നമ്മൾ നേരത്തെ കണ്ട ആ 2 കുട്ടികൾ വന്ന് സായി വിഘ്നേഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സാക്ഷി പറയുന്നതോടെ പ്രോസിക്യൂഷന്റെ വാദമെല്ലാം പൊളിയുന്നു. കോടതിക്ക് സത്യമെല്ലാം മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ സായി വിഘ്നേഷിനെ റിലീസ് ചെയ്യുന്നു. ഒപ്പം തരുണികയെ ആ കുട്ടിയെ രക്ഷിച്ചതിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കേസ് ജയിച്ചതിന് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ സായി വിഘ്നേഷിന്റെ അമ്മ നായികയോട് തന്റെ വീട്ടിൽ ഒരു പാർട്ടി വെക്കുമെന്നും അതിന് നായിക വരണമെന്നും പറയുന്നതിന് നായിക റിപ്ലൈ ഒന്നും കൊടുക്കാതെ കോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. നായികയും സ്നേഹയും ഉമറും കൂടി കേസ് ജയിച്ചതിൻ്റെ സന്തോഷപ്രകടനം കാഴ്ചവെക്കുന്നത് നമുക്ക് കാണാം. അടുത്ത സീനിൽ നായിക സ്നേഹയോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സായി വിഘ്നേഷിൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരുപാട് പാർട്ടി നടന്നിട്ടുണ്ടെന്നും അതിനൊന്നും നായികയെ വിളിച്ചിട്ടില്ലെന്നും ഇപ്പോൾ കേസ് ജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അവർ തന്നെ വിളിക്കുന്നതെന്നും അതിൽ താൻ പോയില്ലെന്നും പറയുന്നു. അപ്പോൾ സ്നേഹ ഇതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ടെന്നും നീ കേസ് ജയിച്ചെന്നും അതിന് നമുക്കുള്ളൊരു ഡ്രിങ്ക്സ് കഴിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പോകുന്നു. അവർ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഡ്രിങ്ക്സ് കഴിക്കുന്നതും നമുക്ക് കാണാം. അടുത്ത സീനിൽ നായികയുടെ കുട്ടികളുടെ സ്കൂളിൽ കണ്ടീഷൻ വളരെ ഇമ്പ്രൂവ് ആയതും നമുക്ക് കാണാം. കുട്ടികളോട് എല്ലാവരും വന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാം. അവരിപ്പോൾ ഹാപ്പിയാണെന്ന് കാണിക്കുന്നു. അടുത്ത സീനിൽ നായികയും നായകനും ജയിലിൽ വെച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അപ്പോൾ നായിക കോർട്ടിൽ വെച്ച് തിള്ളയെ കണ്ടുവെന്നും അയാൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു. നായികയുടെ ഹസ്ബൻഡിന്റെ ഫൂട്ടേജസ് അയാളുടെ പാർട്ടിയുടെ കയ്യിൽ ഇനിയും ഉണ്ടെന്ന് അവൻ പറയുന്നു. അതിന് ഹസ്ബൻഡ് അവൻ ഒരു വൃത്തികെട്ടവനാണെന്ന് പറയുന്നു. യഥാർത്ഥ ഫൂട്ടേജ് അല്ലെന്നും ഇതൊരു പാർട്ടിയിൽ പൊളിറ്റിക്കൽ കോൺസ്പിറസി ആണെന്നും നായികയോട് പറയുന്നു. എനിക്ക് അവനെ എൻ്റെ ക്ലയൻ്റായിട്ട് മാത്രം അറിയൂ എന്നും അല്ലാതെ വേറൊരു ബന്ധവും ഞാനും അവരും തമ്മിലില്ലെന്നും നായകൻ പറയുന്നു. അപ്പോഴാണ് നായകൻ്റെ കയ്യിലുള്ള ഒരു മുറിവ് ശ്രദ്ധിക്കുന്നത്. അതിനവൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നായകൻ ആ മുറിവ് കാരണം തനിക്ക് നായികയ്ക്ക് തന്നോടുള്ള സ്നേഹം കൂടുമെങ്കിൽ ഒരുപാട് മുറിവ് വരാനും അവൻ പ്രാർത്ഥിക്കുമെന്ന് പറയുന്നു. അടുത്ത സീനിൽ നായികയുടെ മക്കൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മകൻ്റെ ഫോണിലേക്ക് അച്ഛൻ്റെ വേറൊരു അശ്ലീല വീഡിയോ വരുന്നു. ഇത് കണ്ട് ഇളയ കുട്ടി എണീറ്റ് പോകുന്നു. അപ്പോൾ മൂത്ത കുട്ടിയുടെ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.